എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ കേൾക്കുന്നത് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം അതിന് സമീപത്തുള്ള കുറച്ച് സെൻറ്ററുകൾ ടൂറിസത്തിനായി തുറന്നു കൊടുക്കുന്നതായി അറിയുന്നു. ഒന്ന് പറയാനുള്ളത്, ടൂറിസം വികസിപ്പിക്കുന്നത് നല്ലതാണ്. ഒപ്പം ടൂറിന് വേണ്ടി പോകുന്നവരുടെ സുരക്ഷിതയും എല്ലാ രീതിയിലും ഉറപ്പാക്കേണ്ടത് ഗവൺമെൻറ് തലങ്ങളിൽ നിന്നും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. കാശ്മീരിനെ സംബന്ധിച്ച് എല്ലാ ഭാഗങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തന്നെയാണ്, പ്രകൃതി സുന്ദരമായ സ്ഥലം തന്നെയാണ്. പക്ഷേ എങ്കിൽ തന്നെയും അത് അനുസരണമായുള്ള സെക്യൂരിറ്റി ലാക്കിനെസ് ഉണ്ട് എന്നത് പല ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു വസ്തുതയാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇനിയെങ്കിലും ആദ്യം ചെയ്യേണ്ടത്, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷം അത് 24 മണിക്കൂറും അവിടെ ഒരു സുരക്ഷിത വലയം തീർക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെയും മറ്റു രാഷ്ട്രീയ നേതാക്കളുടെയും പ്രധാന ഒരു ചുമതലയാണ്. രാഷ്ട്രീയ ഘടകങ്ങൾ അവർ ഇതിൽ പ്രധാന പങ്ക് വഹിക്കാനുള്ളവരാണ്. കാരണം സെക്യൂരിറ്റി വിങ്ങിൻ്റെ രീതികളും രാഷ്ട്രീയക്കാരുടെ രണ്ടും രണ്ടാണ്. രാഷ്ട്രീയക്കാർക്കറിയാം ആർക്ക് ആരെ ഒറ്റുകൊടുക്കാൻ സാധിക്കുമെന്നുള്ളത്. അത് രാഷ്ട്രീയക്കാരുടെ സ്ഥിരം തൊഴിൽ കാരണം അവർക്കറിയാൻ പറ്റും ആരാണ് ഇതിലൊക്കെ ഉൾപ്പെടുന്നവരെന്ന്. എന്നാലും ഇനിയെങ്കിലും ഒരു കൂട്ടക്കുരുതിക്ക് സാക്ഷ്യം വഹിക്കരുത്. കാശ്മീർ അവിചാരിതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്സിഡൻ്റ് അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ മറിച്ച് പരസ്യമായി പകൽ തോക്കുമായി വന്ന് ആൾക്കാരെ നിർദാക്ഷിണ്യം വധിക്കുക, പല രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാക്കുക, ഇതെല്ലാം 100% ഇല്ലാതാക്കാൻ ശരിയായ ഒരു സെക്യൂരിറ്റി സംവിധാനത്തിന് സാധിക്കും. ആയതിനാൽ വീണ്ടും ഈ ഏജൻസികളോട് പറയാനുള്ളത്, സുരക്ഷാ ഏജൻസികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു സിവിലിയൻസിനെ ഒരു പ്രത്യേക സ്പോട്ടിൽ കടത്തി വിടുന്നു എന്ന് തീരുമാനിക്കുന്നെങ്കിൽ അതിനു മുൻപായി ആ ഭാഗമെല്ലാം ടോട്ടൽ 100% ഉള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ അവിടെ ഉറപ്പുവരുത്തിയിരിക്കണം. അതിനുശേഷമായിരിക്കണം ഈ കുതിരപ്പുറത്തും മറ്റുമൊക്കെ ആൾക്കാരെ അവിടേക്ക് വിടേണ്ട സംവിധാനത്തിനുള്ള പെർമിഷൻ കൊടുക്കാവൂ. കാശ്മീർ എല്ലാം സുരക്ഷിതമാണ്, ഇപ്പോഴെല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് കരുതി എന്നുള്ള പറച്ചിൽ രാഷ്ട്രീയക്കാർ സാധാരണ നടത്തുകയാണ്. കാര്യം അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് പറയാണ്. പക്ഷേ മനുഷ്യൻ്റെ ജീവൻ്റെ സുരക്ഷിതത ഇവർ അത്ര കണ്ട് ഉറപ്പ് വരുത്തിയിട്ടില്ല എന്ന് പല സംഭവങ്ങളും കൂടി നമുക്ക് വ്യക്തമാക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലാതെ എന്തെങ്കിലും ചെറിയ ആൾക്കാർ വധിക്കപ്പെടുകയും അവർക്ക് കുറച്ച് ലക്ഷങ്ങൾ കൊടുത്ത് അവരെ സമാധാനപ്പെടുത്തിയാലും ഒരു മരിച്ച വ്യക്തിക്ക് പകരം എത്ര ലക്ഷങ്ങളും എത്ര കോടികൾ കൊടുത്താലും അത് അവരുടെ ആബ്സെൻസിനെ അവർക്ക് ഒരു പ്രസൻസ് പോലെ തോന്നിപ്പിക്കാൻ പറ്റില്ല. സോ വീണ്ടും പറയുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലും കൂട്ടക്കുരുതികൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ പേരിൽ പരസ്പരം അതിന് പ്രതികാരം ചെയ്തെന്നുള്ള പലതും കാണിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ശല്യക്കാർ. അവർക്ക് സംബന്ധിച്ച് അവരുടെ പാർട്ടിയെ വിപുലീകരിക്കുക, പാർട്ടിക്ക് നേട്ടം ഉണ്ടാക്കുക. ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചാൽ ഉടൻ തന്നെ സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുക, സൈന്യം പോയി കുറച്ച്
കാര്യങ്ങളെ കണ്ട് എന്തെങ്കിലും വിജയകരമായ ഓപ്പറേഷൻ അവരുടെ ദൗത്യം അവർ പൂർത്തിയാക്കുമ്പോൾ അതിൽ വിജയം കൊണ്ട് വീണ്ടും രാഷ്ട്രീയ നേട്ടം നേടാൻ ശ്രമിക്കുന്ന ചില വില കുറഞ്ഞ രാഷ്ട്രീയക്കാർ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംവിധാനം ഒന്നും ഇടപെടാതിരിക്കുക. നല്ല സുരക്ഷിതമുണ്ടാക്കുക. ടൂറിസം വേണം. ടൂറിസത്തിന് നല്ല ഡെവലപ്മെൻറ്റ്സ് ഉള്ളൊരു സാധ്യതയുള്ളൊരു സ്ഥലമാണ് കശ്മീർ. അതുകൊണ്ട് ഇനിയെങ്കിലും പഹൽഗാമിനെ പോലുള്ളൊരു കൂട്ടക്കൊല വരാതിരിക്കാൻ വളരെ ശക്തമായ സെക്യൂരിറ്റികൾ ഇവർ തുറക്കാൻ പോകുന്ന പുതിയ ടൂറിസ്റ്റ് സ്പോട്ടുകൾക്ക് ഉണ്ടാകണം. അതിൽ യാതൊരു വീഴ്ചയും വരുത്തരുത്. അത് രാഷ്ട്രീയ നേട്ടമായി കാണാൻ ശ്രമിക്കരുത്. അത് വളരെ മോശമായൊരു പ്രവണതയാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, പഹൽഗാമിന് പോലുള്ള ദുരന്തങ്ങൾ മറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോണ പുതിയ സ്ഥലങ്ങളിൽ ഉണ്ടാക്കാതിരിക്കട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.